ഹായ്, വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാടൻ ഹോട്ടലിലൊക്കെ കിട്ടില്ലേ ബീഫ് ഫ്രൈ, അത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിന് വേണമെങ്കിൽ ചെറിയ ഉള്ളി മിക്സിയിൽ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഒരു കുത്തൽ ടേസ്റ്റ് വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ചേർത്താൽ മതി. വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു വന്നോളും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്. ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 12 എണ്ണം വരെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് കളറും കൂടുതൽ കിട്ടും, എരിവും കുറവായിരിക്കും. സാധാരണ മുളക് പൊടി ചേർത്താൽ കളറും കാണില്ല, എരിവും കൂടുതലായിരിക്കും. അപ്പം നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. ടേസ്റ്റ് ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുമ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. അപ്പം നമ്മൾ ചേർക്കുന്ന ഉപ്പ് മൊത്തം ബീഫിൽ പിടിക്കും. അപ്പോൾ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടി പോവരുത്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പക്ഷേ ഇപ്പം വെള്ളം ചേർക്കാതിരുന്നാൽ ചിലപ്പോൾ കുക്കറിൻ്റെ അടിയിൽ പിടിക്കും. കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇനി ഇത് അടച്ചിട്ട് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ബീഫ് 1/4 വെന്ത് കിട്ടണം. പ്രഷർ മൊത്തം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും വെള്ളം ഇപ്പം കുക്കറിലുണ്ട്. ഈ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോഴേ നമ്മൾ ചേർത്ത മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. തുറന്നു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ അത്യാവശ്യം എണ്ണ വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ കുറേ എണ്ണ ഒഴിക്കണ്ട. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. കുറവാണെന്ന് തോന്നിയാൽ ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് പൊട്ടിക്കുക. 4 5 വറ്റൽമുളക്, 5 തണ്ട് കറിവേപ്പില എത്ര ചേർത്താലും രുചി കൂടും. 1/2 കപ്പ് തേങ്ങ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. തീ ഞാനിപ്പോൾ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത്. തേങ്ങയുടെ കളർ ഒന്ന് മാറി വരണം. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 കപ്പ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല. നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ ബീഫ് ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മീഡിയം തീയിലിട്ടിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി, ബ്രൗൺ നിറം ഒന്നും ആവണ്ട. അപ്പോൾ സവാളയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തൊക്കെയാണ്. ഒരു 30 സെക്കൻഡ് എണ്ണയിൽ പൊടി കിടന്നിട്ട് ചൂടാവട്ടെ. 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വേണം ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പച്ചമുളക് ചേർത്താൽ എരിവും കൂടുതലായിട്ട് വരില്ല. പിന്നെ പച്ചമുളക് നല്ല ഫ്രൈ ആയിട്ട് കിടക്കുകയും ചെയ്യും. 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുരുമുളക് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും.
അപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ ചേർത്താൽ അത്യാവശ്യം എരിവ് കാണും. പക്ഷെ ചിലർക്ക് കുറച്ചും കൂടെ എരിവുള്ളതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ട് എരിവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ചെറുതീയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം കളറ് ബീഫിന് വരും. നാടൻ ഹോട്ടൽ സ്റ്റൈൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ? ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് ബീഫ് ഫ്രൈ വാങ്ങില്ല. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.